മാക്സ് ലുക്കാഡോയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു പുസ്തകമാണ് ഫേസിങ് യുവർ ജയൻസ്, നിങ്ങളുടെ മല്ലന്മാരെ അഭിമുഖീകരിക്കുക എന്നുള്ളത്. ആ പുസ്തകത്തിൻ്റെ കവർ ചിത്രം വളരെ മനോഹരമാണ്. അരുവിയുടെ തീരത്തിരുന്ന് കല്ലുകൾ പെറുക്കുന്ന ബാലനായ ദാവീദ് മല്ലനായ ഗോലിയാത്തിനെ ദൈവശക്തിയിൽ തോൽപ്പിച്ചു. മല്ലനെ തോൽപ്പിച്ചത് ഗോലിയാത്തിനെയാണ് എന്ന് നമ്മൾ പറയും. അത് ശരിയാണ്. എന്നാൽ മല്ലനെ തോൽപ്പിച്ചു കഴിഞ്ഞ ദാവീദ് തൻ്റെ പ്രയാണം ആരംഭിക്കുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തിനെ തോൽപ്പിക്കുവാൻ ഒരുപാട് മല്ലന്മാരുണ്ടായി. ആ കൂട്ടത്തിലൊന്ന് നമ്മൾ വായിക്കുന്നത്, ബത്സേബ താഴെ കുളിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അവളോട് അനുരാഗം തോന്നുകയും അതിൻ്റെ ഫലമായി വ്യഭിചാരം, കൊലപാതകം തുടങ്ങിയ മാരകമായ പാപങ്ങളിലേക്ക് അദ്ദേഹം വീഴുകയും ചെയ്തു. നാഥാൻ പ്രവാചകൻ ദാവീദിനോട്, ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞ് ദാവീദിനെ പാപബോധം വരുത്തുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഫേസിങ് ദ ജയൻസ്, മല്ലന്മാരെ അഭിമുഖീകരിക്കുക എന്നുള്ളത് ഏതെങ്കിലും ഒരു കൊളോസസിനെ ഇങ്ങനെ അഭിമുഖീകരിക്കുന്നത് മാത്രമല്ല. വാസ്തവത്തിൽ ജീവിതയാത്രയിൽ നമ്മുടെ മുന്തിരിത്തോട്ടത്തെ നശിപ്പിച്ച് കളയുന്ന ചെറുകുറുക്കന്മാരെ കണ്ടെത്തുവാനും ആ ചെറുകുറുക്കന്മാരെ പ്രതിരോധിക്കുവാനുമുള്ള ഒരു ദൈവകൃപയാണ് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാകേണ്ടത്. നമുക്കറിയാവുന്നതുപോലെ ചെറുകുറുക്കന്മാർ മുന്തിരിത്തോട്ടത്തെ നശിപ്പിച്ച് കളയുന്നു. നമ്മുടെ മുന്തിരിത്തോട്ടങ്ങളെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ പ്രതിരോധിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് ദൈവകൃപ ആവശ്യമാണ് എന്ന് നമ്മൾ അറിയുകയാണ്. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്നത്തെ നമ്മുടെ വചന പഠനം ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ്. ഇത് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കുന്നതിനെക്കുറിച്ചും ആത്മീക പോരാട്ടം നടത്തുന്നതിനെക്കുറിച്ചുമാണ്. ദ സ്പിരിച്വൽ ആർമർ, ദൈവത്തിൻ്റെ സർവായുധ വർഗം. ആ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പോരാട്ടങ്ങൾ ദൈവകൃപയിൽ നിർവഹിക്കുവാനുള്ള വലിയ ആലോചന എഫെസ്യ ലേഖനം നമുക്ക് തരുന്നുണ്ട്. എഫെസ്യ ലേഖനത്തിലെ സഭയുടെ സ്കീമിങ്ങിനെക്കുറിച്ച്, സഭയുടെ പദ്ധതിയെക്കുറിച്ചൊക്കെ ആദ്യം പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, ദ വണ്ടർ ദാറ്റ് ഈസ് ദ ചർച്ച്. അത്ഭുതം ഈ സഭയാണ്. കാരണം അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നതിന്, മനുഷ്യർ തമ്മിൽ നിരക്കുന്നതിനൊക്കെയുള്ള വലിയ സംവിധാനം ദൈവം ഒരുക്കിയതാണ്. അവിടെ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും സ്ലീഹന്മാരും നമുക്കറിയാവുന്നതുപോലെ അങ്ങനെയുള്ള അടിത്തറ നമുക്ക് നൽകി. ആ അടിത്തറയിൽ വിശ്വാസ ജീവിതത്തെ കെട്ടുപണി ചെയ്യുന്നതിന് നമ്മെ സഹായിക്കുന്ന സംവിധാനം ദൈവം ഉണ്ടാക്കി. അതുകൊണ്ട് നമ്മളെപ്പോഴും വിശ്വസിക്കുന്നത്, ദി ഓർഗനൈസേഷൻ വിച്ച് വി ബിലോങ് ടു, നമ്മൾ അംഗങ്ങളായിരിക്കുന്ന സഭ എന്ന് പറയുന്ന ഒരു സംവിധാനം, ആ സംവിധാനം ദൈവികമാണ്. ആ ദൈവികമായ സംവിധാനത്തിൽ ദൈവത്തോട് ചേർന്ന് അതിനെ ദൈവികമായി തന്നെ സൂക്ഷിച്ച് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. നമ്മളിവിടെ 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ വായിച്ചു തുടങ്ങുന്നത് ഒടുവിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഫൈനലി എന്നാണ് അതിൻ്റെ അർത്ഥം. ഫൈനലി, ആസ് എ റിസൾട്ട് ഓഫ് ഓൾ ദീസ് എക്സോർട്ടേഷൻസ്, നേരത്തെ ലഭിച്ച എല്ലാ പ്രബോധനങ്ങളുടെയും അടിസ്ഥാനത്തിൽ അതിൻ്റെയൊക്കെ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയിൽ ഇവിടെ ഇപ്പോൾ അപ്പോസ്തലൻ പറയാണ്, ഫൈനലി, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. വിശ്വാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവർ, ദൈവത്തിന് സ്തോത്രം, ഉന്നതമായ ധാർമ്മികതയുടെ പ്രതിഫലനങ്ങൾ കാണിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. വി ആർ കോൾഡ് ടു ബി മോറലി അപ്രൈറ്റ്.
we are called to be ethically sound, and we are called to be God's saintly people. ദൈവത്തിൻ്റെ വിശുദ്ധ വംശമായിരിക്കത്തക്കവണ്ണം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ വിശ്വാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവർ ധാർമ്മികതയുടെ ഉന്നതമായ പ്രതിഫലനങ്ങൾ കാണിക്കുവാൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ കർത്താവ് ഒരു എക്സോർട്ടേഷൻ, ഒരു പ്രബോധനം പറയുമ്പോൾ പറയുന്നുണ്ട്, ഒരു വൃക്ഷത്തിൻ്റെ ഫലം കൊണ്ടാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. ദ ഫ്രൂട്ട്, അല്ലേ, ആ ഫലമാണ് വൃക്ഷം ഏതാണ് എന്ന് തിരിച്ചറിയുവാൻ നമ്മളെ സഹായിക്കുന്നത്. ദ ടേസ്റ്റ് ഓഫ് ദ പുഡിങ് ഈസ് ഇൻ ഈറ്റിംഗ് എന്ന് പറയും. ഒന്നിൻ്റെ ഒരു കുക്കിങ്ങിൻ്റെ രുചി അറിയണമെങ്കിൽ അത് രുചിച്ച് നോക്കണം എന്നാണ്. അപ്പോൾ ഈ ഒന്നിൻ്റെ ഒരു രുചി, ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ രുചി അറിയണമെങ്കിൽ ഫലം വേണം എന്നാണ്. അപ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ദ ടെക്സ്ചർ ഓഫ് ദ ട്രീ ഹാസ് ബീൻ ചേഞ്ച്ഡ്. ദ ടെക്സ്ചർ ഓഫ് ദി ട്രീ ഹാസ് ബീൻ ചേഞ്ച്ഡ്. അതായത് വൃക്ഷത്തിൻ്റെ ടെക്സ്ചർ മാറിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വി ആർ ഗ്രാഫ്റ്റഡ് ടു ദ ഗുഡ് ട്രീ. വി ആർ ഗ്രാഫ്റ്റഡ് ടു ദി ഗുഡ് ട്രീ, അല്ലേ? നല്ല വൃക്ഷത്തോടെ നമ്മെ ചേർത്ത് ഒട്ടിച്ചിരിക്കുന്നു. അതാണ് നല്ല ഒലിവിനോട് ചേർത്ത് നമ്മെ ഒട്ടിച്ചിരിക്കുന്നതിനാൽ ഇനി നമ്മിലുണ്ടാവുന്നത് കാട്ടൊലിവിൻ്റെ വൃക്ഷഫലമല്ല, പിന്നെ നമ്മിലുണ്ടാവുന്നത് നല്ല ഒലിവിൻ്റേതാണ്, അതിൻ്റെ ഫലമാണ്. അപ്പോൾ ഇന്ന് ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ള ഒരു കാര്യം ഇതാണ്, ദ ടെക്സ്ചർ ഓഫ് ദ ട്രീ ഹാസ് ബീൻ ചേഞ്ച്ഡ്, അല്ലേ? നമ്മളെല്ലാവരും ജീവവൃക്ഷങ്ങളാണ്, അല്ലേ? നമ്മളെല്ലാവരും ജീവതരുക്കളായി തീരുവാൻ, ദൈവത്തിൻ്റെ ജീവൻ നമ്മിൽ പ്രതിഫലിപ്പിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം ദൈവിക ജീവനിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടവരാണ് എങ്കിൽ ദ ടെക്സ്ചർ ഓഫ് അവർ പേഴ്സണാലിറ്റി ഹാസ് ബീൻ ചേഞ്ച്ഡ്. നമ്മുടെ ആളത്വത്തിൻ്റെ ടെക്സ്ചർ ചേഞ്ച് ചെയ്തിരിക്കുന്നു. ഇനി എൻ്റെ കൂടെ വാക്യം പറയാം, പ്രിയപ്പെട്ടവർക്ക് അറിയാവുന്ന വാക്യമാണ്. 2 കൊരിന്ത്യർ 5:17. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പ്രൈസ് ദ ലോർഡ്. രാവിലെ ഈ ബൈബിൾ പഠനത്തിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പറയണം, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞുപോയി, പുതിയതാണ്. ദൈവത്തിന് സ്തോത്രം. ആ പുതിയ സൃഷ്ടിയിൽ നമ്മൾ ജീവിക്കുകയാണ്. ആ പുതിയ സൃഷ്ടിയായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പഴയ ഭക്തൻ പാടിയ പാട്ടിൻ്റെ 4 വരികൾ നമുക്ക് പാടണം, ഒരുമിച്ച് പാടണം. പ്രൈസ് ദ ലോർഡ്. എല്ലാവരും കൂടെ ചേർന്ന് ഉണർവോടെ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ചാഞ്ഞും ചരിഞ്ഞും കിടക്കാതെ നേരെ വന്നിരുന്ന് ദൈവത്തിനൊരു സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പാട്ട് പാടാം. പോരാട്ടമുള്ളത് ഈ ലോകരോടല്ല, ജഡികരോടല്ല, സ്വലോകങ്ങളിലുള്ള വാഴ്ചകളോടും ദുഷ്ടസൈന്യത്തോടും വിശ്വാസികളെ ഉയർത്തിടുവേൻ ജയത്തിൻ കോടികൾ. പ്രൈസ് ദ ലോർഡ്. ഒന്നുകൂടെ. പോരാട്ടമുള്ളത് ഈ ലോകരോടല്ല, ജഡികരോടല്ല, സ്വലോകങ്ങളിലുള്ള വാഴ്ചകളോടും ദുഷ്ടസൈന്യത്തോടും വിശ്വാസികളെ ഉയർത്തിടുവേൻ ജയത്തിൻ കോടികൾ. ഇങ്ങനെ ഈ പാട്ടൊക്കെ പാടുന്നത് എനിക്ക് പാട്ട് പാടാൻ അറിയാവുന്നത് കൊണ്ടല്ല, പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ ആധ്യാത്മികതയിൽ വളരെ കൂടുതൽ ഉപയോഗിക്കുന്ന പാട്ടുകളുണ്ട്. ആ പാട്ടുകളുടെ വേദപുസ്തക പശ്ചാത്തലവും അതിൻ്റെ ഒരു സ്വാരസ്യവും ഉൾക്കൊണ്ടുകൊണ്ട് പാടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആത്മീയ അനുഭവം വളരെ വലുതാണ്. ആ ഒരു അനുഭവത്തിൽ നമ്മൾ ഇരിക്കണം എന്നുള്ള താല്പര്യം കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് തിരിച്ചറിയുന്നു. അതുപോലെ തന്നെയാണ് നാം ക്രിസ്തുവിലായതുകൊണ്ട് പുതിയ സൃഷ്ടികളാവുന്നത്. നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നത്
ഈ തിന്മയുടെ ശക്തികൾ വളരെ സജീവമാകുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് അല്ലേ? ദ പവേഴ്സ് ഓഫ് ഈവിൾ ആർ വെരി ആക്റ്റീവ്. വളരെ സജീവമാകുന്ന തിന്മയുടെ ശക്തികളുണ്ട്. തിന്മ സംഘടിത രൂപം പ്രാപിക്കുകയാണ്. തിന്മയ്ക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടെന്നാണ് പറയുക. ഒരു സ്ട്രക്ചറൽ ഫോമുണ്ട് അതിന്. അല്ല, തിന്മ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ വൈയക്തികവും വളരെ ചെറുതുമായിട്ടുള്ളൊരു കാര്യമല്ല. ചെറിയ മീനല്ല തിന്മ എന്ന് പറയുന്നത്, അത് വലിയതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമ്മളതിനെക്കുറിച്ച് നമ്മൾ ഈ സെക്കുലർ എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രങ്ങളും ഇത് വിശ്വസിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം അത് ഒരു വേദപുസ്തകത്തിൻ്റെ സ്പിരിച്വാലിറ്റിയും തിയോളജിയും മാത്രമല്ല. എന്താ തിന്മയ്ക്കൊരു സ്ട്രക്ചറുണ്ടെന്ന് പറയുന്നത്. പിന്നെ തിന്മയുടെ സംഘടിത രൂപങ്ങൾക്കെതിരെ പോരാട്ടം നടത്തുന്നതിനെക്കുറിച്ചാണ് ഈ മതേതര പ്രത്യയശാസ്ത്രങ്ങളും നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഘടനകൾക്കെതിരെയുള്ള പോരാട്ടം, ഘടനകൾക്കെതിരെയുള്ള ഇപ്പോൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വളരെ സജീവമായ തിന്മയുടെ ശക്തികൾ നിൽക്കുമ്പോൾ അവയോട് പോരടിക്കുവാൻ, അവയോട് എതിർത്ത് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. അതിനുവേണ്ടി ആ പോരാട്ടത്തിൻ്റെ സുസജ്ജമായ ഒരനുഭവത്തെ വി മസ്റ്റ് ബി എക്വിപ്ഡ് ഫോർ ദാറ്റ്. We must be equipped to encounter the powers of evil. ഈവിളിൻ്റെ ശക്തികളെ പരാജയപ്പെടുത്തുവാനും അതിനെ എൻകൗണ്ടർ ചെയ്യുവാനും വി മസ്റ്റ് ബി എക്വിപ്ഡ്. ആ എക്വിപ്ഡ് ആയിരിക്കുന്ന ഒരവസ്ഥയെ നന്നായി സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഒരു പടയാളിയെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പടയാളിയുടെ പടച്ചട്ടയുടെ ദി ആർമേഴ്സ് ഓഫ് എ സോൾജിയർ. ഒരു റോമൻ സോൾജിയറിൻ്റെ പടച്ചട്ടയിൽ അയാളുടെ ആവരണത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ വിശ്വാസിയുടെ പടച്ചട്ടയിലും ഉണ്ടാകണം എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈവൻ ദോ ദ ലാംഗ്വേജ് ഈസ് മിലിറ്ററിസ്റ്റിക്, ഇതിൻ്റെ ഭാഷ സൈനികമാണ് എങ്കിലും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഭാഷയോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ സങ്കേതങ്ങളോ പ്രിയപ്പെട്ടവരെ യുദ്ധത്തിന് പ്രേരകമാകേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് നോട്ട് എൻഡോഴ്സിങ് വാർ. വാറിനെ എൻഡോഴ്സ് ചെയ്യുന്നതല്ല. നമ്മൾ ഈ വചനമൊക്കെ വായിക്കുന്ന ഉടനെ വി മസ്റ്റ് ബി റിജോയ്സിങ് ഇൻ ദ സ്പിരിറ്റ് നോട്ട് ഇൻ ദ ലെറ്റർ അല്ലേ? അങ്ങനെ നമ്മളെപ്പോഴും പറയും, അക്ഷരത്തിലല്ല ആത്മാവിലാണ്. അപ്പോൾ ഇവിടെ ഈ ടെക്സ്റ്റിൻ്റെ നമ്മളിവിടെ വായിച്ച ഈ ടെക്സ്റ്റിന് ഒരു ആത്മാവുണ്ട്. ആ ആത്മാവെന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പുറമേയുള്ള ചില കാര്യങ്ങൾ, ആ പുറമേ ഉള്ളതിനേക്കാൾ കൂടുതൽ വളരെ അകത്തോട്ട്, വളരെ ഇന്നറായി അല്ലേ, ഇൻ ഡെപ്ത് നമുക്കൊരുപാട് കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് ലഭിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിചാരം. യുദ്ധത്തിനുള്ള സാധൂകരണമല്ല. എന്നാൽ ഈ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇറ്റ് ഡിനോട്ട്സ് ദാറ്റ് ദ ബിലീവർ, ദ ഫെയ്ത്ത്ഫുൾ മസ്റ്റ് ബി എക്വിപ്ഡ് ടു എൻകൗണ്ടർ ദ പവേഴ്സ് ഓഫ് ഈവിൾ. ഈവിളിൻ്റെ ശക്തികളെ നമുക്ക് തോൽപ്പിക്കുന്നതിനുള്ള ഒരു എക്വിപ്ഡ് ആവുന്ന ഒരവസ്ഥ ഉണ്ടാവണം എന്നാണ്. അതുകൊണ്ട് 10-ാം വാക്യത്തിൽ ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീനെന്നാണ്. അമിത ബലം എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു പദം നമ്മളൊന്ന് ധ്യാനിക്കണം എന്നാണ് എൻ്റെ വിചാരം. എന്താണ് അമിത ബലം? അമിത ബലം, ഇമ്മൻസ് പവർ അല്ലേ? വളരെ ശക്തമാണ്, വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ദി ഇൻഫിനിറ്റ് സോഴ്സാണ്, പെരനിയൽ സോഴ്സാണ്. വാട്ട് ഈസ് പെരനിയൽ? പെരനിയൽ ഒരിക്കലും ഡ്രൈ അപ്പ് ആകുന്നതല്ല. ഇറ്റ് വിൽ നെവർ ഡ്രൈ അപ്പ്. ഇറ്റ് ഈസ് പെരനിയൽ. അമിത ശക്തി, അമിത ബലം എന്ന് പറഞ്ഞാൽ ഞാനതിന് എടുക്കുന്ന അർത്ഥവും എനിക്ക് മനസ്സിലാവുന്ന അർത്ഥവും കർത്താവിലാണ് ദ പെരനിയൽ സോഴ്സ് ഓഫ് അവർ സ്ട്രെങ്ത്. പ്രൈസ് ദ ലോർഡ്.
രാവിലെ ഈ വചനമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഉള്ളിലോട്ടങ്ങ് കയറണം, നമ്മുടെ ഉള്ളിലോട്ടങ്ങ് സ്വാംശീകരിക്കണം, ഒന്ന് ബലപ്പെടണം, രാവിലെ ഒന്ന് ധൈര്യപ്പെടണം. നമുക്ക് ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഈ ഒരു വചനം പറയുമ്പോൾ, ഇവിടെ ഈ മാരാമൺ കൺവെൻഷൻ്റെ സ്റ്റേജിൽ നിന്ന് വചനത്തിൻ്റെ പ്രഘോഷണം ഉണ്ടാകുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലോട്ടത് കയറണം. നമ്മുടെ ഉള്ളിലോട്ടത് കയറി നമ്മളതിനെ ഇൻറ്റേർണലൈസ് ചെയ്യണം, നമ്മളതിനെ ആന്തരികവൽക്കരിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് നമുക്കിവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു ബലത്തോടെ പോകാൻ നമുക്ക് സാധിക്കുന്നത്. വന്നതുപോലെയല്ല കർത്താവേ, വന്നതുപോലെയല്ല. പിന്നെ ഇരട്ടി ബലത്തോടെ പോകാനുള്ള ദൈവകൃപ വേണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇറ്റ് ഇസ് നോട്ട് ഫെയർ ടു വെയർ ചപ്പൽസ് ഇൻ ദ ചാപ്പൽ എന്നൊക്കെ പറയല്ലേ. നമ്മൾ ഈ ചാപ്പലിരിക്കുമ്പോൾ ചപ്പലിടുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചപ്പലൊക്കെ വെളിയിൽ ഊരി വെച്ചാണ് പള്ളിക്കകത്ത് കയറിയിരിക്കുന്നത്. അവൻ ഇറങ്ങിപ്പോകുമ്പോൾ അതേ ചപ്പലിട്ടുകൊണ്ട് പോകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഏത് ചപ്പലാണോ ഇട്ടുകൊണ്ട് വന്നത്, ഏതൊക്കെ ചെളി ചവിട്ടിയോ അതൊക്കെ പള്ളിയുടെ പുറത്ത് വെച്ച് അകത്ത് കയറി ശുദ്ധന്മാരായിട്ട് ആരാധിച്ചു. ശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിന് പങ്ക് തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം എന്നൊക്കെ പാടി അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോയപ്പോൾ അതിന് ചില ആളുകൾ മറ്റുള്ളവരുടെ ഇട്ടുകൊണ്ട് പോകാറുണ്ട്. അത് അങ്ങനെ ഒരു പതിവുണ്ടല്ലേ, ചില ആളുകൾ മറ്റുള്ളവരുടെ ചെരുപ്പ് ഇട്ടുകൊണ്ട് അറിയാതെ പോകുന്നത്, അതറിയാതെ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ ഈ ബൈബിൾ ക്ലാസ്സിൽ വന്നതുകൊണ്ട് അടുത്ത ആഴ്ച മുതൽ പള്ളിയിൽ പോകുമ്പോഴും മാരാമൺ വരുമ്പോഴും 2 ജോഡി കൊണ്ടുവരണമെന്നും ഒരു ജോഡി ഇങ്ങോട്ട് ഇട്ടുകൊണ്ട് വരാനും അടുത്ത ജോഡി അങ്ങോട്ട് കൊണ്ടുപോകാനുമാണ് എന്ന് അച്ഛൻ പറഞ്ഞതിന് അർത്ഥമില്ല. അങ്ങനെ അർത്ഥമില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ നമ്മൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ ഒന്ന് രൂപാന്തരം വരുത്തുന്ന ഒരു അനുഭവമായി തീരുവാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. അതാണ് അപ്പോൾ അപരിമിതമായ ശക്തിയാണ്. The infinite source of strength, the infinite source of power, the infinite perennial, ഒരിക്കലും വറ്റിപ്പോകാത്ത, ഒരിക്കലും മുതിർന്നു പോകാത്ത ആ ഒരു ശക്തിയുടെ സ്രോതസ് എൻ്റെ ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ബാക്കിയുള്ളതൊക്കെ ഡ്രൈഡപ്പ് ആകും, അതൊക്കെ ഇല്ലാതായി പോകും. അപരിമിതമായ വിഭവമാണ്. സങ്കീർത്തനങ്ങളൊക്കെ പഠിക്കുന്ന ഉടനെ, ആദ്യ സങ്കീർത്തനങ്ങളൊക്കെ പഠിക്കുമ്പം പ്രത്യേകിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് എൻ്റെ സങ്കീർത്തന ധ്യാന പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഹ്യൂമൻ ഓട്ടോണമി എന്നുള്ളതാണ്. മനുഷ്യൻ്റെ സ്വയം പര്യാപ്തത. ഓട്ടോണമി എന്ന് പറഞ്ഞാൽ ഓട്ടോണമസ് കോളേജുകൾ, സ്വയം പര്യാപ്ത കോളേജുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടല്ലോ. ഹ്യൂമൻ ഓട്ടോണമി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നിൽ തന്നെ പര്യാപ്തനാണ് എന്നുള്ള ഒരു വിചാരം അല്ലേ. ഐ ആം കേപ്പബിൾ, ഐ ആം ഏബിൾ എന്നൊക്കെയുള്ളൊരു തോന്നലാണ്. എന്നാൽ നമ്മളങ്ങനെ നമ്മിൽ തന്നെ ഒന്നിനും ബലമുള്ളവരല്ല. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ ആകുന്നു, തുലാസിൻ്റെ തട്ടിൽ പൊങ്ങിപ്പോകുമെന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് വി ആർ നോട്ട് ദാറ്റ് പവർഫുൾ. നമുക്കത്ര ബലമുണ്ടെന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ജിമ്മിലൊക്കെ പോയി ചിലപ്പോൾ മസിലൊക്കെ പെരുപ്പിച്ചിട്ടുണ്ടാകുമായിരിക്കും. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളതെന്നാണ്. എന്നാൽ ആത്മീയ അഭ്യാസമാണ് നമുക്ക് നിത്യമായിട്ടുള്ള ഫലങ്ങൾ തരുന്നതെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് രാവിലത്തെ നമ്മുടെ ഈ ധ്യാനത്തിലോട്ട് നമ്മൾ കയറുന്ന ഉടനെ അപരിമിതമായ ദൈവത്തിൻ്റെ ബലമാണ്, നമ്മുടെ ഹ്യൂമൻ ഓട്ടോണമിയുടെ, സ്വയം പര്യാപ്തതയുടെ, എന്നിൽ തന്നെ എനിക്ക് പ്രാപ്തിയുണ്ട് എന്നുള്ള ഒരു തോന്നലിൽ നിന്ന് ഞാൻ വിമോചനം പ്രാപിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾ വായിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് പോരാട്ടമുള്ളത് ഈ ലോകരോടല്ല, ജഡികരോടല്ല, പിന്നെ സ്വർലോകങ്ങളിലെ അധികാരങ്ങളോടും വാഴ്ചകളോടുമാണ് എന്നുള്ള ഒരു ചിന്ത നമുക്കവിടെ വായിക്കാം. പ്രിയപ്പെട്ടവരെ, ഒന്ന് എൻ്റെ കൂടെ നിങ്ങളൊന്ന് യാത്ര ചെയ്യണം, എൻ്റെ കൂടെ ധ്യാനിക്കണം. വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറഞ്ഞു നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നോട്ട് ടു ദ ഫ്ലഷ് ആൻഡ് ബ്ലഡ് അല്ലേ. പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? നമുക്കെന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ വളരെ ഡയറക്റ്റായിട്ട് എൻകൗണ്ടർ ചെയ്യുന്നത് ഫ്ലഷ് ആൻഡ് ബ്ലഡിനോടാണ്. എന്തു പറയുന്നു? ഒന്നിൽ ചേട്ടനോടായിരിക്കും, അല്ലെങ്കിൽ അനുജനോടായിരിക്കും, അല്ലെങ്കിൽ അളിയനോടായിരിക്കും,
അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്നേഹമുള്ള ആരോടെങ്കിലും ആയിരിക്കും. ചില ഭക്തന്മാർ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് താഴോട്ട് നോക്കി പ്രാർത്ഥിച്ച് കണ്ണടച്ച് പറയും കൂടോത്രം ചെയ്തതാണ്, ആരാ ചെയ്തത്, ഏറ്റവും സ്വന്തക്കാരൊക്കെയാണ്, ആരുടെയിലൊക്കെ പേരൊക്കെ പറയും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഭക്തന്മാരുണ്ട് നമ്മുടെ മധ്യത്തിലല്ലേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മുട്ടിടിച്ചാകപ്പാടെ മുട്ടിളകി ആപ്പിളകി അങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം വളരെ വ്യക്തമായി പറയുകയാണ്, നമുക്ക് പോരാട്ടമുള്ളത് നോട്ട് ടു ദ ഫ്ലെഷ് ആൻഡ് ബ്ലഡ്, ജഡരക്തങ്ങളോട് അല്ല, പിന്നെ വാഴ്ചകളോടും അധികാരങ്ങളോടും ഒക്കെയാണ് എന്ന് പറയുകയാണ്. ആകാശത്തിലെ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടാണ് എനിക്കതിനെക്കുറിച്ച് പഠിക്കാനും ധ്യാനിക്കാനും ഒക്കെ താല്പര്യം. ആകാശം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടെ മുതൽ അങ്ങോട്ടങ്ങ് പൊങ്ങുകയാണ്, മുകളോട്ടാണ്. എനിക്ക് യാതൊരു നിയന്ത്രണവുമില്ലാത്ത മേഖലകളാണ്, ബിയോണ്ട് മൈ ഗ്രിപ്പ് ആൻഡ് ബിയോണ്ട് മൈ റീച്ച്. എനിക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത മേഖലകളാണ് ഈ ആകാശം എന്നുള്ളതുകൊണ്ട്. സ്വർലോകങ്ങളിലെ എന്നുള്ളതുകൊണ്ട് സ്വർഗത്തിലെ എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. സ്വർലോകങ്ങളിലെ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻ ദ ഹെവൻലീസ് എന്നുള്ളതാണെങ്കിൽ ബിയോണ്ട് അവർ റീച്ച്, നമ്മുടെ റീച്ചിനപ്പുറത്തുള്ള, നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ചില മേഖലകളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ബിയോണ്ട് അവർ ഗ്രിപ്പാണ്. അവിടെ ആകാശങ്ങളിലെ അധികാരങ്ങളുണ്ട്. ആകാശങ്ങളിൽ അധികാരങ്ങളുണ്ടല്ലേ. യൂദായുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മോശയുടെ പ്രാണനു വേണ്ടി, മോശയുടെ ശരീരത്തിനു വേണ്ടി സാത്താൻ വാദിച്ചു. അപ്പോൾ മീഖായേൽ, പ്രധാന ദൂതനായ മീഖായേൽ അവനെ ഭത്സിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ ഭക്തന്മാരായ പിതാക്കന്മാർ അതിനെക്കുറിച്ചൊരു പാട്ടുപാടിയായിരുന്നു, ആയാറിൽ ഞാൻ കണ്ടിടുമേ ദൂതസേനകളെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ആയാറിൽ ഞാൻ കണ്ടിടുമേ ദൂതസേനകളെ എന്ന് പറഞ്ഞാൽ ഇൻ ദി എയർ, ഇൻ ദി അറ്റ്മോസ്ഫിയർ, ഇൻ ദി ഹെവൻലീസ് ഐ വിൽ വാച്ച് ഓർ ഐ വിൽ ഹാവ് ദി ഹെവൻലി ഏഞ്ചൽസ് ടു ഗാർഡ് മീ. അപ്പോൾ വേദപുസ്തകം നമുക്ക് തരുന്ന ഒരു വലിയ ചിന്ത അതാണ്. when I am troubled, when I am perturbed, when I am troubled by the enemies, ഞാനിങ്ങനെ എനിക്ക് നിയന്ത്രണമില്ലാത്ത, എനിക്ക് ഗ്രിപ്പില്ലാത്ത ചില ശത്രുക്കളാൽ ഭാരപ്പെടുമ്പോൾ അവിടെ എനിക്ക് സ്വർഗസ്ഥനായ പിതാവുണ്ട്. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ പിതാവുണ്ട്, ആകാശങ്ങളിലുള്ള ബാവയുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ആകാശങ്ങളിലുള്ള ബാവ, സ്വർഗസ്ഥ പിതാവ്, അവിടെ അവനും അവൻ്റെ സേനകളും എന്നെ സഹായിക്കാനായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് രോമാഞ്ചം കൊള്ളുന്നില്ലേ? ഓ, എന്തോന്ന് രോമാഞ്ചം! അത് പുലിമുരുകനകത്ത് മോഹൻലാൽ കുത്തിമറിയുന്ന കണ്ടായിരുന്നെങ്കിൽ ഒരു 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 രോമാഞ്ചം വന്നേനെ. ഇവിടെ വേദപുസ്തകം വായിക്കുമ്പോൾ എന്തോന്ന് രോമാഞ്ചം ഉണ്ടാവാനല്ലയോ? ശരിയാ. ഞാനിവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, എന്നെ ആവേശം കൊള്ളിക്കുന്നത് ഇതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ വാഴ്ചകളും അധികാരങ്ങളും എനിക്കെതിരെ പോരാടുമ്പോൾ പ്രിയപ്പെട്ടവരെ, എന്നെ സഹായിക്കുവാൻ സ്വർഗത്തിൻ്റെ സേനകളുണ്ട്. ആ സ്വർഗത്തിൻ്റെ സേനകളുടെ ശക്തിയാണ് പ്രിയപ്പെട്ടവരെ ദൈവ പൈതലിൻ്റെ ബലം. ആ ബലത്തോടുകൂടെ നമുക്കിവിടുന്ന് എഴുന്നേറ്റ് പോകണം. ഒരുപാട് വേഷപ്രച്ഛന്നരായ സാത്താന്യ ദൂതന്മാർ ഇന്ന് നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നവരെക്കുറിച്ച്, വചനം ദുരുപയോഗം ചെയ്യുന്നവരെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കണം എന്നാണ് എൻ്റെ വിചാരം. മിസ്കോട്ടിങ് ദ വേർഡ്, വചനത്തെ മിസ്കോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതുതന്നെയാണ് പിശാച് ചെയ്തത് മരുഭൂമിയിൽ. കർത്താവിനോട് പറഞ്ഞതൊക്കെ അതാണ്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്കുക, നീ താഴോട്ട് ചാടുമ്പോൾ നിന്നെ കൈകളിൽ താങ്ങേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നൊക്കെ വചനം അങ്ങോട്ട് കോട്ട് ചെയ്താണ് പിശാച് യേശുവിനോട് സംസാരിച്ചത്. അപ്പോൾ വചനത്തിൻ്റെ ദുരുപയോഗം, വചനത്തിൻ്റെ മിസ്കോട്ടിങ്, പ്രിയപ്പെട്ടവരെ, ഈ യേശുക്രിസ്തുവിലൂടെ ഉണ്ടായ വിമോചനത്തിൻ്റെ, ക്രൂശിൻ്റെ രക്ഷാകരമായ മാനത്തിലും വിശ്വസിക്കാതെ യേശുവിനെ ഒരു എത്തിക്കൽ ടീച്ചറായി, ഒരു മോറലിസ്റ്റായി, ഞാൻ ഇന്നലെ പറഞ്ഞു, ജീസസ് ഓഫ് ഹിസ്റ്ററി ഹു വാക്ക്ഡ് ഓൺ ദ ഷോർസ് ഓഫ് ഗാലിലി, ഗലീലയുടെ തീരങ്ങളിൽ നടന്ന ദ ടീച്ചർ ജീസസ്. അങ്ങനെ യേശുവിനെ ഒരു
ഒരു സന്മാർഗത്തിൻ്റെ ഗുരുവായി കണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ക്രിസ്തുവിൽ നിന്നും നിങ്ങൾ അങ്ങനെയല്ല പഠിച്ചത്. ക്രിസ്തു മറിയാമിൽ നിന്ന് ജഡം ധരിച്ച് യോഹന്നാനോട് മാമോദീസ സ്വീകരിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത പിതാവിൻ്റെ വലതുഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുകയും അവിടുത്തെ വിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് അയച്ചു തരികയും ചെയ്ത രക്ഷാകര പ്രവർത്തനത്തിൻ്റെ ക്രിസ്തു, ദി എക്സാൾട്ടഡ് ക്രൈസ്റ്റ്, അതെ, മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തു, ആ ക്രിസ്തുവിൽ വീണ്ടും ജനനത്തിൻ്റെയും രക്ഷയുടെയും പരിശുദ്ധാത്മ പ്രവർത്തനത്തിൻ്റെയും ആ ഒരു വിശ്വാസമില്ലാതെ നമുക്ക് ഇത് കോട്ട് ചെയ്യാൻ ആർക്കാണ് പ്രയാസം? പ്രിയപ്പെട്ടവരെ, അച്ഛനറിയാവുന്നതിനേക്കാൾ ഉപദേശിക്കറിയാവുന്നതിനേക്കാൾ വേദപുസ്തകം അറിയാവുന്ന യുക്തിവാദികളുണ്ട്. നന്നായി ഈ ഭാഗമൊക്കെ പഠിച്ചു വച്ചേക്കുന്നവരുണ്ട്. എന്നാൽ അവർ അത് ഉപയോഗിക്കുന്നതും ഒരു ഭക്തൻ അത് ഉപയോഗിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ വചനം ദുരുപയോഗം ചെയ്യുന്ന വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ചു വരുന്ന സത്യമെന്ന് തോന്നിക്കുന്ന ഭോഷ്കിൻ്റെ ശക്തികൾ, സത്യം എന്ന് ഡിസ്ഗൈസ്ഡ് ആകുന്ന ഭോഷ്കിൻ്റെ ശക്തികൾ വ്യാപരിക്കുന്ന ഒരു ലോകത്തിൽ നമുക്ക് സത്യവചനത്തിൻ്റെ, ക്രൂശിൻ്റെ വചനത്തിൻ്റെ, ആമേൻ, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്നത് നമുക്കോ ദൈവശക്തിയാണ്. ആമേൻ. ആ ദൈവശക്തിയുടെ അനുഭവം ഉൾക്കൊള്ളുവാൻ ദൈവം നമുക്ക് സഹായിക്കണം. ഇവിടെ പറയുകയാണ്, ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് സന്തോഷത്തോടെ നിൽക്കുവാനും നമുക്ക് സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കുവാൻ ആവശ്യപ്പെടുന്നത്. ദുർദിവസം വിജയ ദിവസമായി പരിണമിക്കും. ഹല്ലേലൂയ. ഓരോന്നും നമ്മുടെ ഉള്ളിൽ പ്രചോദനം തരേണ്ട വാക്കുകളാണ്. നമ്മുടെ ദുർദിവസങ്ങൾ, ദ ഈവിൽ ഡേയ്സ്, the sorrowful days of our lives may become the days of triumph. നമ്മുടെ വിജയത്തിൻ്റെ ദിവസങ്ങളായി, വിക്ടറിയുടെ ദിവസങ്ങളായി മാറുന്നത് ഇതിനെയൊക്കെ അതിജീവിച്ച് ജീവിക്കുന്ന വിജയാളിയായ ക്രിസ്റ്റസ് വിക്ടർ, ക്രിസ്തു നമ്മോടുകൂടെ ഉള്ളതുകൊണ്ടാണ്, അവൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ജഡരക്തങ്ങളോടുള്ള പോരാട്ടത്തെ, അല്ലെങ്കിൽ ജഡരക്തങ്ങളോടല്ല സ്വർഗീയ വാഴ്ചകളോടുള്ള അത്തരം പോരാട്ടങ്ങളെ നമുക്ക് വിജയമാക്കി പരിവർത്തനം ചെയ്യുന്ന ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ ദുർദിവസം എന്ന് പറയുന്ന അർമഗദോനല്ല. അർമഗദോൻ അവസാനത്തെ ഒരു യുദ്ധമാണ്. അവസാനത്തെ ഒരു, ഇന്നലെ ഞാൻ പറഞ്ഞത് എസ്കറ്റോളജിക്കൽ എന്നൊരു വാക്ക്. അപ്പോൾ എന്നോട് സാറ് ചോദിച്ചു, എന്താ എസ്കറ്റോളജി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ ഈ അന്ത്യനാൾ അല്ലേ, ഇത് എസ്കറ്റോളജി ഈസ് ദ സയൻസ് ഓഫ് ദി എൻഡ് ഡേയ്സ് എന്നാണ്, ദി എൻഡ് ഡേയ്സ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്, എസ്കറ്റോളജിക്കലി ഒരു ഫൈനൽ കൾമിനേഷൻ ഉണ്ടെന്നാണ് ഒരു ബാറ്റിൽ. അതാണ് അർമഗദോൻ എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് അർമഗദോൻ, ഇറ്റ് ഈസ് നോട്ട് ദ ഫൈനൽ കോൺഫ്ലിക്റ്റ്, ബട്ട് ഇറ്റ് ഈസ് ദ ഡെയിലി കോൺഫ്ലിക്റ്റ്. ഇറ്റ് ഈസ് നോട്ട് ദ ഫൈനൽ കോൺഫ്ലിക്റ്റ്, ബട്ട് ഇറ്റ് ഈസ് ദി ഡെയിലി കോൺഫ്ലിക്റ്റ്. അനുദിനം നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ പോരാട്ടങ്ങളാണ്. അനുദിനമുള്ള പോരാട്ടങ്ങളിൽ ദൈവത്തോടുകൂടെ നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിന് നമുക്ക് ചില ആയുധവർഗങ്ങൾ വേണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഐസയ ചാപ്റ്റർ 59 verse 17, in which we read, God himself is cladded with armor. ദൈവം തന്നെ തൻ്റെ ആയുധവർഗം ധരിച്ചിരിക്കുകയാണ്. അവിടെ നമ്മൾ രക്ഷയുടെ ഹെൽമെറ്റിനെ കുറിച്ചൊക്കെ അവിടെ തന്നെ ഒരു പരാമർശമുണ്ട്. അതിനകത്തൊന്ന് എടുത്താണ് ഒരു പക്ഷേ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഉപയോഗിക്കുന്നത് എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ഗോഡ് ഹിംസെൽഫ് ഹാസ് ദി ആർമർ. ദൈവം ഈ യുദ്ധത്തിന് പുറപ്പെടും. നമ്മൾ അതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ ശരിയായിട്ടാണോ മനസ്സിലാക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. യുദ്ധവീരനായ യഹോവയാണ് അല്ലേ, സൈന്യങ്ങളുടെ യഹോവയാണ്, യുദ്ധവീരനായ യഹോവയാണെന്നൊക്കെ അല്ലേ നമ്മൾ വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗോഡ് ഹിംസെൽഫ് ഈസ് ക്ലാഡഡ് ഇൻ ഹിസ് ആർമർ. അവൻ്റെ ഈ വസ്ത്രം, അവൻ്റെ പോരാട്ട വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരർത്ഥമുണ്ട്. ആൻഡ് ഐ ബിലീവ്
By aligning with Him, we are asked to imitate God. നമ്മൾ ദൈവത്തെ അനുകരിക്കാൻ അവിടെ പറഞ്ഞ്, യേശുവിനെ അനുകരിക്കാനോ ക്രിസ്തുവിനെ അനുകരിക്കാൻ, ദൈവത്തെ അനുകരിക്കാനാണ്. ബിക്കോസ് ഗോഡ് ഹാസ് ബീൻ റിവീൽഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്, അല്ലേ? യേശു ക്രിസ്തുവിലൂടെ ദൈവത്തെ നമുക്ക് മനസ്സിലായതുകൊണ്ട് അൾട്ടിമേറ്റ്ലി വി ആർ ഇമിറ്റേറ്റിംഗ് ഗോഡ് ഹിംസെൽഫ്. നമ്മൾ ദൈവത്തെ തന്നെയാണ് അനുകരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ അനുകരിക്കുവാനും ദൈവത്തെ അനുഗമിക്കുവാനും നമുക്ക് സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. അതിനകത്ത് ആ ഒരു വിശുദ്ധമായ പോരാട്ട വസ്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ വചനം പറയുന്നുണ്ട്. ഇനിയുള്ള സമയം ഞാൻ ആ പോരാട്ട വസ്ത്രങ്ങളെക്കുറിച്ച്, ആർമറിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്ന് റിഫ്ലക്റ്റീവായി, അതായത് ധ്യാനാത്മകമായി, മെഡിറ്റേറ്റീവായി ഒന്ന് പറഞ്ഞു പോകണം എന്നാണ് എൻ്റെ താല്പര്യം. പ്രൈസ് ദി ലോർഡ്. ധൈര്യമായിട്ടിരിക്കണേ. എനിക്ക് ഈ ഒരു, ഞാൻ കുറച്ചാലും ഈ ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ്. അപ്പം അത് കാരണം ഇങ്ങനെ നോക്കും. ഞാൻ നോക്കുന്നുണ്ട് ഈ മുഖത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു സ്റ്റിമുലി ഉണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങോട്ട് വരുന്ന ഒരു സ്റ്റിമുലി, എനിക്ക് മയക്കം വരുന്ന പോലെ ഇങ്ങോട്ടൊരു സ്റ്റിമുലി ഒന്നും ആരും വിടരുത്. അതിന് പകരം ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ടെ. ഞാൻ എപ്പോഴും പറയും, ഈ പ്രസംഗമൊക്കെ കേൾക്കുന്നതാണ് തലയൊക്കെ ആട്ടുന്നതൊക്കെ എനിക്കിഷ്ടമാണ്. ആടി പോകരുതെന്നേ ഉള്ളൂ, അത് വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശരിയായി നമുക്കൊന്ന് ധ്യാനപൂർവ്വം ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുക. എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ഇരുവായ്ത്തലയുള്ള മൂർച്ചയുള്ള വാളായി എന്നെയും വെട്ടിക്കൊണ്ടിരിക്കുകയാണിത്. ഈ ദിവസങ്ങളിലൊക്കെ എന്നെ വെട്ടുകയായിരുന്നു കേട്ടോ, ഞാനത് പറയാതിരിക്കാൻ പറ്റില്ല. എന്നെയും വെട്ടുകയായിരുന്നു. അതുകൊണ്ട് എന്നെയും മുറിവേൽപ്പിക്കുന്നുണ്ട്. ആ മുറിവേൽപ്പിക്കപ്പെടുന്നതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് ഇവിടെ ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എൻ്റെ കൂടെ നമുക്കൊന്ന് ധ്യാനപൂർവ്വം ഇരിക്കാം. ഉറങ്ങരുത്, ഉറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രാവിലെ സമയത്തല്ലേ, അതുകൊണ്ടാണ് പറയുക. അപ്പോൾ ഇവിടെ ചില പ്രധാനപ്പെട്ട എക്യുപ്മെൻസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. നമ്മളൊന്ന് വായിച്ച് നോക്കൂ. ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. 14 മുതലുള്ള വാക്യങ്ങളിൽ, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും, നമ്പർ 1 ദ ഫസ്റ്റ്, സത്യം ബി ദ ഗേർഡിൽ, അത് ഗേർഡിലായിരിക്കട്ടെ, അത് അരയ്ക്ക് കെട്ടുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു പട്ടാളക്കാരൻ്റെ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അയാളുടെ യൂണിഫോമിനെ ഉറപ്പിച്ച് നിർത്തുന്നത് അയാളുടെ ബെൽറ്റാണ്. ആ ബെൽറ്റാണ്. ബെൽറ്റ് അരമുറുക്കുന്നത് ഒരു പ്രിപ്പറേഷനാണ്. ഇറ്റ് ഈസ് പ്രോപ്പർലി എക്വിപ്ഡ്. പൂർണ്ണമായും എക്വിപ്ഡായി തയ്യാറാവുന്ന ഒരാളാണ് അരമുറുക്കുന്നത്. ബെൽറ്റ് ഇടുകയാണ്. അപ്പോൾ ബെൽറ്റ് എന്താണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? സത്യമാണ്. സത്യമുണ്ടെങ്കിലേ ബെൽറ്റ് ഉള്ളൂ. ആ സത്യമുണ്ടെങ്കിലേ നേരെ നിൽക്കാൻ പറ്റൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അല്ലെങ്കിൽ ഊരി പോവും. ഞാനിന്ന് പറഞ്ഞ് എനിക്ക് ഇവിടെ ഈ ഫാൻ വേണ്ടെന്ന്. അതിൻ്റെ കാരണം അതിന് അവിടുന്ന് ഇങ്ങോട്ട് ഈ കാറ്റിങ്ങോട്ട് അടിക്കുന്നുണ്ട്, എൻ്റെ കയ്യിലുള്ള പേപ്പറൊക്കെ പറക്കുന്നത്. അപ്പോൾ ഞാൻ പേപ്പർ പറക്കാൻ പോകണോ, അതുകൊണ്ട് അത് വേണ്ട, ഇച്ചിരി ഒന്ന് പുറകോട്ട് മാറ്റി വെച്ചോളാം, ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഒരു ഒബ്സ്ട്രക്ഷനും ഒരു ഡിസ്റ്റർബൻസും ഒക്കെ. അപ്പം നമ്മളൊന്ന് ഓർത്ത് വയ്ക്കും, ഞാൻ ഈ ബെൽറ്റൊക്കെ ഇവിടെ കെട്ടി നിൽക്കുന്നതാണ്, ഇതങ്ങ് ഊരി പോവുകയാണ്, എന്തുമായിരിക്കും അവസ്ഥ? വലിയ ബുദ്ധിമുട്ടാണ്. അത് സംഭവിക്കരുതല്ലോ. ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി ഗേർഡഡ്, അല്ലേ? അത് നന്നായിട്ട് ഉറപ്പിക്കണം എന്നുള്ളതാണ്. ആൻഡ് ദ വേർഡ് സേസ് ഇറ്റ് ഈസ് ദ ട്രൂത്ത്. സത്യമാണ്. സത്യമുണ്ടെങ്കിൽ നേരെ നിൽക്കാനായിട്ട് കഴിയൂ. ദൈവത്തിന് സ്തോത്രം. സത്യം അരയ്ക്ക് കെട്ടാത്തത് കൊണ്ടാണ് കുനിഞ്ഞു പോകുന്നത്. സത്യം അരയ്ക്ക് കെട്ടാത്തത് കൊണ്ടാണ് നമുക്ക് നേരെ നോക്കാനായിട്ട് കഴിയാതെ പോകുന്നത്. സബ്മിഷൻ ടു ട്രൂത്ത്, സത്യത്തിന് കീഴടങ്ങുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ ഓർക്കുക, നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തേക്ക് നോക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ധ്യാനിച്ചോ? അവൻ്റെ കണ്ണുകൾ ചാട്ടുളി പോലുള്ളതും അത് അന്തരംഗങ്ങളെ വരെ തുളച്ചു ചെല്ലുന്നതുമാണ്. ദർ ഇസ് നത്തിങ് ഹിഡൻ ഫ്രം ഹിം. അവനിൽ നിന്ന് മറഞ്ഞിരിക്കുന്നത് ഒന്നും തന്നെ ഇല്ല. സകലവും നഗ്നവും മലർന്നതുമാണ് എന്ന് നമ്മൾ വായിക്കുകയാണ്. എവറിത്തിങ് ഈസ് പ്ലെയിൻ, അല്ലേ? എവറിത്തിങ് ഈസ് പ്ലെയിൻ. നത്തിങ് കുഡ് ബി കവേർഡ് ഇൻ ഹിസ് പ്രസൻസ്. അവൻ്റെ സന്നിധിയിൽ നമുക്കൊന്നും മറച്ചു വെക്കാനായിട്ട് കഴിയില്ല. അവൻ്റെ സന്നിധിയിലെ സത്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾ വെറുതെ അഭിനയിക്കുന്നതല്ല, ഹിപ്പോക്രസി അല്ല. സത്യം സത്യമായി ട്രൂത്ത്ഫുള്ളായി വരുന്ന ഒരവസ്ഥയാണ്.
അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് മുന്നോട്ട് പോകാൻ. ട്രൂത്ത്, സത്യം അരയ്ക്ക് കെട്ടുക. അപ്പോൾ മാത്രമേ പോരാട്ടങ്ങളിൽ നിലനിൽക്കുവാനായിട്ട് സാധ്യമാകൂ. ദൈവത്തിൻ്റെ സത്യം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് നമ്മോട് പറഞ്ഞ കർത്താവിലൂടെ നമുക്ക് വ്യക്തമായി, അല്ലേ? ദ ട്രൂത്ത് ഈസ് ക്രൈസ്റ്റ്. ക്രിസ്തുവാണ് സത്യം. ആ ക്രിസ്തുവിലൂടെയാണ് സത്യത്തിൻ്റെ തിരിച്ചറിവ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വാചകം പറയുകയാണ്, അതിന്ന് ഹൃദയത്തിൽ കൊണ്ടുപോകണം നിങ്ങളെല്ലാവരും എന്നെനിക്ക് താല്പര്യമുണ്ട്. സബ്മിഷൻ ടു ട്രൂത്ത് requires a prior submission to the God of truth. Submission to truth requires a prior submission. സത്യത്തിന് നമ്മളെ തന്നെ വിനയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് സത്യമായ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള നമ്മുടെ ഒരു വിനയപ്പെടുത്തൽ ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ സത്യം ദൈവം തമ്പുരാനെ എന്നിലുണ്ടാവണം. ഈ കറേജ് ടു ലിസൺ ടു ദ ട്രൂത്ത് ഓഫ് ഗോഡ് ആൻഡ് ടു ഒബേ ഇറ്റ്. ദൈവത്തിൻ്റെ സത്യത്തെ ശ്രദ്ധിക്കാനും ആ സത്യത്തിന് മുമ്പിൽ കീഴടങ്ങി കൊടുക്കാനും ഉള്ള ഒരു ധൈര്യം, ഒരു വിശ്വാസിക്കാണ് ഏറ്റവും വലിയ ധൈര്യം ഉണ്ടാവേണ്ടത്. കറേജ്. എന്ത് ധൈര്യമാണ്? ഏതാന്ന് ചോദിച്ചാൽ എന്താന്ന് ചോദിക്കാനുള്ള ധൈര്യമാണ്. ഇങ്ങോട്ട് മീശ പിരിച്ചാൽ 2 മീശയും കൂടെ പിരിച്ച് അങ്ങോട്ട് കാണിക്കാനുള്ള ധൈര്യമാണോ? കണ്ടം തടിക്ക് മുണ്ടൻ തടിയാണോ? ആണോ? കണ്ടം തടിക്ക് മുണ്ടൻ തടി എന്ന് നമ്മളങ്ങനെയാണ്, നമ്മളെ അങ്ങനെയാണ് പഠിപ്പിച്ചേക്കുന്നതെന്നൊക്കെ നമ്മൾ പറയും. ഞങ്ങൾ തലമുറ കൈമാറി കെടാതെ സൂക്ഷിക്കുന്നതാണ്. എന്ത് ഇത് ഈ കോപം, അങ്ങോട്ടുള്ള നമ്മുടെ ഒരു പ്രതികരണം, ഇതൊക്കെ ഏതാന്ന് ചോദിച്ചാൽ എന്താടാൻ ചോദിച്ചിരിക്കും. അങ്ങനെയാണ് എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചത്. മനസ്സിലായോ? എൻ്റെ രക്തത്തിലുള്ളതാണ് എന്നൊക്കെയാണ് പറയുക. ശരിയായിരിക്കും, രക്തത്തിലുണ്ടായിരിക്കും. പക്ഷെ അന്നേരം ഒരു വാക്യമുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞുപോയി എന്ന് വിശ്വസിക്കുന്നവൻ ഇത് എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചാന്നും പറഞ്ഞ് ഇത് തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ, രാവിലെ സത്യം അരയ്ക്ക് കെട്ടുന്നതിനെക്കുറിച്ച് ഞാൻ ഇവിടെ പറയുമ്പോൾ ഈ സബ്മിഷൻ ടു ദ ട്രൂത്ത് റിക്വയർസ് submission. Prior to that, you need a submission to God, the truth. സത്യമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ധൈര്യം എന്ന് പറയുന്നത് എന്താണ്? ടു എൻകൗണ്ടർ ഗോഡ്. ദൈവത്തെ ഒന്ന് അഭിമുഖീകരിക്കാനുള്ള ധൈര്യമാണ്. ടു എൻകൗണ്ടർ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തെ എൻകൗണ്ടർ ചെയ്യാനുള്ള ധൈര്യമാണ്. നമ്മളൊക്കെ ദൈവവചനത്തിന് മുമ്പിൽ നിന്ന് ഓടാൻ ശ്രമിക്കുന്നവരാണ്. ഏദൻ തോട്ടത്തിൽ യഹോവയായ ദൈവം വന്ന് ആദാമിനെ വിളിക്കുമ്പോൾ, ആദമേ നീ എവിടെ എന്ന് ചോദിക്കുന്ന പറഞ്ഞാൽ, ഞാൻ കുറ്റിക്കാടിൻ്റെ ഇടയിൽ മറഞ്ഞിരിക്കുകയാണ്. ഐ എം നോട്ട് ബോൾഡ് ഇനഫ് ടു ഫേസ് യു. നിന്നെ അഭിമുഖീകരിക്കുന്നതിനുള്ള ധൈര്യം എനിക്ക് ഇല്ല. ഐ am running away from the presence. I am alienating myself from the presence of the Lord. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ ഓടി ഒളിക്കുന്നു. അവിടെ സത്യമില്ല. സത്യം അരയ്ക്ക് കെട്ടുക. ഈ രാവിലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യത്യസ്തങ്ങളായ ജീവിത മേഖലകളിൽ സത്യം അരയ്ക്ക് കെട്ടിയെന്ന് പറയാൻ സാധിക്കുന്നവരെത്ര പേരുണ്ട്? സത്യം, ഈ ദൈവവചനത്തിൻ്റെ സത്യത്തിന് മുമ്പിൽ ഞാൻ എന്നെ തന്നെ ഒന്ന് വിനയപ്പെടുത്തി, കർത്താവേ, അതിലൂടെ ജീവിതത്തെ അനുഗ്രഹമാക്കി തീർക്കുന്ന, എൻ്റെ പോരാട്ടങ്ങളെ ജയിക്കുന്ന, ഹല്ലേലൂയ, എൻ്റെ പോരാട്ടങ്ങളെ ജയിക്കുന്ന, എന്നെ തകർത്ത് കളയുന്ന, എൻ്റെ ശരീരമന്ദിരത്തെ തകർത്ത് കളയുന്ന, എൻ്റെ ആത്മാവിനെ തകർത്ത് കളയുന്ന, എൻ്റെ ചിന്തകളെയും എൻ്റെ വ്യക്തിത്വത്തെയും തകർത്ത് കളയുന്ന പോരാട്ടങ്ങളുടെ വേളകളിൽ എൻ്റെ ദൈവമേ, നിൻ്റെ സത്യത്തിൽ തന്നെ ഞാൻ നിന്നതിനെ അഭിമുഖീകരിച്ച്, കർത്താവേ, വിജയം ദൈവത്തോടുകൂടെ, എൻ്റെ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ലോകത്തിലെ ഒന്നിനും നമ്മെ സഹായിക്കാൻ കഴിയുകയില്ല, ദൈവത്തിന് മാത്രം സഹായിക്കാൻ കഴിയും. അതുകൊണ്ട് അവൻ്റെ സത്യത്തെ അരയ്ക്ക് കെട്ടുന്ന ഒരവസ്ഥ. 2 നമ്മൾ വായിക്കുകയാണ്, അതുകൊണ്ട് സർവായുധവർഗം എടുത്തുകൊള്ളുകയും നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും. 2 അർത്ഥം നീതി, ജസ്റ്റിസ്, റൈച്വസ്നെസ് എന്നൊക്കെയാണ്. ആ റൈച്വസ്നെസ്സും നീതിയുമൊക്കെ, ജസ്റ്റിസ് എല്ലായ്പ്പോഴും അതിൻ്റെ ഒരു അർത്ഥം വിതരണത്തിലെ നീതി എന്നാണ്. ഇൻ ദ ജസ്റ്റിസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ,
ജസ്റ്റിസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ, വിതരണത്തിലെ നീതിയാണ്. വിതരണത്തിൽ നീതിയില്ല പിന്നെ എന്ത് നീതി? വീടിനകത്തൊരു ജസ്റ്റിസ് വേണം, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരു ജസ്റ്റിസ് വേണം, കുടുംബ ബന്ധങ്ങളിൽ മക്കളോടുള്ള ബന്ധത്തിൽ ഒരു ജസ്റ്റിസ് വേണം, അയൽവക്കത്തുകാരുമായുള്ള ബന്ധത്തിൽ ഒരു ജസ്റ്റിസ് ആവശ്യമാണ്, റൈറ്റ്യസ്നെസ് ആവശ്യമാണ്. അപ്പം നീതി എന്ന കവചം ധരിക്കാനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നീതി എന്ന കവചം ധരിച്ചു. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ നീതി എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ എന്നെ പ്രേരിപ്പിക്കുന്നത് നീതീകരണത്തിൻ്റെ കവചം എന്നുള്ളതാണ്. റൈറ്റ്യസ്നെസ് ആണ്, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് എന്നൊക്കെ നമ്മൾ പറയും. നീതീകരണത്തിൻ്റെ കവചം, ഇറ്റ് ഈസ് നോട്ട് ഓൺ അവർ മെറിറ്റ്സ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ്. നോട്ട് ഓൺ അവർ മെറിറ്റ്സ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ്. നമ്മുടെ ആരുടെയും നന്മ കൊണ്ടല്ല, പിന്നെ ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. കോന്നിക്കാർ, പത്തനംതിട്ടക്കാർ, റാന്നിക്കാർ, പുനലൂർക്കാർ, ഇവർക്കൊക്കെ വളരെ പരിചയമുള്ള ഒരു പഴയ വാഹനമാണ് ചന്ദ്രിക ബസ്. ചന്ദ്രിക ബസ്സിൻ്റെ മുമ്പിൽ എഴുതി വച്ചേക്കുന്ന ഒരു പണ്ടത്തെ വാചകമാണ് നോട്ട് ഓൺ അവർ മെറിറ്റ്സ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ് എന്ന്. അത് ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ രാവിലെ ഞങ്ങളുടെ എബ്രാം ജോർജ് സാറിൻ്റെ ഒരു ഇംഗ്ലീഷ് ട്യൂഷന് പോകാനായിട്ട് രാവിലെ 7:30 അവിടെ ചെല്ലേണ്ടിയുണ്ട്. ഞങ്ങളുടെ 8:30 ബാലഗോപാൽ ബസ്സിന് കയറിയാൽ ആ ബാലഗോപാലിനെ എണ്ണ തേപ്പിച്ചാൽ ഞാനങ്ങ് ചെല്ലത്തില്ലെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് നടന്ന് ഈ 5:30 മണിക്കത്തെ ആദ്യത്തെ ചന്ദ്രിക ബസ്സിന് കയറി പോകുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ എഴുതി വച്ചിരുന്ന വാചകമാണ് നോട്ട് ഓൺ അവർ മെറിറ്റ്സ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ്. എ.ടി. സക്കറിയാച്ചൻ ഈ 70ാമത്തെ വയസ്സിൽ ഇവിടെ നിൽക്കുമ്പോൾ ഞാനത് തന്നെ പറയുന്നു, നോട്ട് ഓൺ മൈ മെറിറ്റ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ്. എൻ്റെ സ്വന്തം ശക്തിയിലല്ല, ദൈവത്തിൻ്റെ കൃപയിലാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ നീതീകരണം, റൈറ്റ്യസ്നെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബൈ ട്രസ്റ്റിംഗ് ഇൻ ദ ലവ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, ദൈവത്തിൻ്റെ അൺകണ്ടീഷണൽ ലവ്, അല്ലേ, യാതൊരു വ്യവസ്ഥകളുമില്ലാത്ത ദൈവസ്നേഹത്തിൽ, the love which was experienced by the prodigal son. Praise the Lord. ഞാനിങ്ങനെ നോക്കായിരുന്നു, ലവ് വിച്ച് വാസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ പ്രോഡിഗൽ സൺ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ആരെങ്കിലും ഒന്ന് മുഖത്തൊരു പ്രസാദം ഉണ്ടായോ എന്ന്. കാരണം അത് വേറൊരാളായിട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത്, നമ്മളാരും അല്ല എന്നുള്ള രീതിയാണ്. ലവ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ പ്രോഡിഗൽ. ആ ലവാണ്, ആ സ്നേഹമാണ്, ആ സ്നേഹമാണ് പുത്രനെ നീതീകരിച്ചത്. നോട്ട് ഓൺ ഹിസ് മെറിറ്റ്, അവൻ്റെ നന്മ കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ട്രസ്റ്റിംഗ് ഇൻ ഗോഡ്സ് ലവ്. യെസ്, ദൈവ മനുഷ്യ അഭിമുഖീകരണം സാധ്യമാകുന്നത് ദൈവത്തിൻ്റെ സ്നേഹമുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഒരു ഹല്ലേലൂയ പറയായിരുന്നു, ഒരു സ്തോത്രം പറയായിരുന്നു. അതങ്ങനെ പറയാൻ മാർത്തോമാക്കാർ പഠിച്ചിട്ടില്ലേ? കാരണം നമുക്ക് വേറെ നമ്മളെ ആരാണ്ടൊക്കെ ട്യൂഷൻ എടുത്ത് പഠിപ്പിച്ചത് നമുക്കറിയത്തുള്ളൂ. അതാണൊരു പ്രശ്നം. നമുക്കൊന്ന് ഒരു സ്തോത്രം പറയണം. ദൈവ മനുഷ്യ അഭിമുഖീകരണം, ഹ്യൂമൻ ഗോഡ് എൻകൗണ്ടർ കുഡ് ബി പോസിബിൾ ഓൺലി ബൈ ദ ലവ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് ഈ അഭിമുഖീകരണമുള്ളത്. ദൈവത്തിൻ്റെ സ്തോത്രം. ആ സ്നേഹം അനുഭവിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ സ്നേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. കർത്താവേ, പാപത്തിൻ്റെ ശമ്പളം മരണമായിരിക്കാൻ ഞാൻ എന്നേ മരിക്കേണ്ടതാണ്, എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ കൃപയാൽ ഞാനിന്ന് ആയിരിക്കുന്നത് പോലെ ആയിരിക്കുന്നു. നീതീകരണം. കർത്താവേ, നിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ നിൻ്റെ നീതിയല്ലാതെ എനിക്ക് വേറൊരു നീതി ഇല്ല. പ്രൈസ് ദ ലോർഡ്. പരീശൻ പ്രാർത്ഥിച്ചതുപോലല്ല. കർത്താവേ, സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും എനിക്ക് പ്രാപ്തിയില്ല, ഞാൻ ഭാവിയാണ്. നെഞ്ചത്തടിച്ച് മാറത്തടിച്ച് നിലവിളിക്കുക. കുറിയലായിസോൻ എന്നാ പ്രാർത്ഥന, കുറിയലായിസോൻ എന്നാ പ്രാർത്ഥന. ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട്, നമ്മുടെ സമൂഹം കുറിയലായിസോൻ എന്ന് പ്രാർത്ഥിക്കാൻ പഠിച്ചായിരുന്നു എത്ര നല്ലതായിരുന്നു. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. കർത്താവെ, കരുണ ചെയ്യണമേ, കരുണ ചെയ്യണമേ. കരുണയല്ലാതെ വേറെ ഒന്നുമില്ല കർത്താവെ. നിൻ്റെ കരുണയുടെ കരങ്ങളിൽ, നിൻ്റെ കരുണയുടെ കരങ്ങളുടെ സ്പർശമില്ലാതെ ഒരു നിമിഷം പോലുമില്ല ഞാൻ ഈ ലോകത്തിൽ. കരുണയിൻ കരങ്ങളിൽ സ്പർശമില്ലാതെ ഒരു നിമിഷവും പോലും ഞാൻ ഈ ലോകത്തിലില്ല. കർത്താവെ, എൻ്റെ പോരാട്ടങ്ങളിൽ എന്നെ സഹായിക്കുന്നത് നീ എനിക്ക് തന്ന നീതീകരണമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ദൈവത്തിനൊരു സ്തോത്രം പറ. കർത്താവെ, എൻ്റെ പോരാട്ടങ്ങളിൽ എന്നെ സഹായിക്കുന്നത് നീ എനിക്ക് തന്ന നീതീകരണമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പിന്നെ വായിക്കുകയാണ്, സമാധാന സുവിശേഷത്തിനായുള്ള ചെരുപ്പ്.
സമാധാന സുവിശേഷത്തിന് ഒരുക്കത്തിൻ്റെ ചെരുപ്പ്. നമുക്കറിയാവുന്ന പോലെ ചെരുപ്പ് ഇടുന്നത് ഒടുവിലാണ്. നമ്മളെല്ലാം പ്രിപ്പയറായി കഴിഞ്ഞ് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത്. ഇവിടെ പറയുന്നത് ഓൾ അവർ പ്രിപ്പറേഷൻസ് ഫോർ വിറ്റ്നസിങ് ദ ഗോസ്പൽ. ഈ ഗോസ്പലിൻ്റെ ഒരു സാക്ഷീകരണം ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മുടെ പ്രിപ്പറേഷൻ എല്ലാം. വെളുപ്പിന് എഴുന്നേറ്റിരുന്ന് വേദോത്സവം വായിക്കുന്നത് ഗോസ്പലിൻ്റെ ഒരു സാക്ഷീകരണം ഉണ്ടാകാൻ വേണ്ടിയാണ്, അല്ലേ? പിള്ളേരെ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഫിലിപ്പ് സാർ പഠിപ്പിക്കാൻ പോകുന്നത് അതിൻ്റെ സാക്ഷ്യമാണ്, അല്ലേ? ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സാക്ഷികളാണ്. ആ സാക്ഷ്യത്തിൻ്റെ വലിയൊരു അനുഭവമാണ് സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം ചെരുപ്പാക്കുകയാണ്. റെക്കൺസിലിയേഷൻ ആൻഡ് പീസ് മേക്കിംഗ്. ഇനി ഒരു വാക്യം പറഞ്ഞു. നമ്മൾ ഈ തുറന്നു കിടക്കുന്ന പന്തലായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ആളുകൾ വരും. അപ്പോൾ അതിലൂടെ പോകുന്നവരെയും കാണാൻ, അംഗവും കാണാൻ താളി ഓടിക്കാമെന്നും പറഞ്ഞതിനകത്ത് ഇരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അല്പസമയത്തേക്ക് ഇവിടെ മാത്രം ഇരിക്കണം. ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്ത് പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് ഏറ്റവും സുന്ദരൻ, എന്നെ മാത്രമേ നോക്കിയിരിക്കാവൂ, വഴിയോടെ പോകുന്നവരെല്ലാം കുരങ്ങന്മാരാണെന്ന്. ഇപ്പം ഞാൻ അങ്ങനെ പറയുന്നില്ല. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുകയാണല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. ചിലർ അങ്ങോട്ട് നോക്കിയിരിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് സമാധാന സുവിശേഷത്തിൻ്റെ ഒരുക്കമാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോൾ സമാധാനത്തിൻ്റെ വഴിത്താരയിലൂടെയാണ് ദൈവിക പുത്രത്വത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള വളർച്ച. ഹല്ലേലൂയ. പീസ് മേക്കിംഗ് ആണ്, സമാധാനത്തിൻ്റെ സുവിശേഷമാണ്. വിശ്വാസയാത്രയിൽ ദൈവത്തോടുകൂടെ നമ്മൾ യാത്ര ചെയ്യുവാൻ ഈ സമാധാന സുവിശേഷത്തിൻ്റെ ഒരുക്കം നമുക്കുണ്ടാവണമെന്ന ആ ഒരുക്കം എൻ്റെ ജീവിതത്തിൽ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ പറഞ്ഞു വിശ്വാസമെന്ന പരിച. ഇതൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോകാനാണ്. ഇതൊക്കെ ഓരോ ദിവസം ഓരോ പ്രസംഗമായിട്ട് പറയാവുന്നതാണ്. വിശ്വാസമെന്ന പരിച. വിശ്വാസമാകുന്ന ഷീൽഡാണ്. ഈ പരിചയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമ്മൾ പണ്ടെങ്ങാണ്ടൊക്കെ കണ്ടുള്ള ഈ വാൾപ്പയറ്റിനകത്ത് പ്രേംനസീറും ഉമ്മറും കൂടെ, ഞങ്ങളുടെ പഴയ കാലമാണ്, അവർ രണ്ടും കൂടെ ഇങ്ങനെ വാൾപ്പയറ്റ് നടത്തുമ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന ചെറിയ സാധനം ടിൻ 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 എന്ന് കേൾക്കുന്നത്, അങ്ങനെ ഒരു പരിചയമല്ല ഇവിടെ. ആ പരിച ശരീരത്തെ മുഴുവൻ കവർ ചെയ്യുന്നതാണ് എന്നാണ് വിശ്വാസമെന്ന പരിച. ആ വിശ്വാസമെന്ന പരിചയുണ്ടല്ലോ, ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുക്കുവാൻ മതിയായതാണ്. ദൈവത്തിന് സ്തോത്രം. ദുഷ്ടൻ്റെ തീയമ്പുകളെ, ദ ഫയറി ഡാർട്സ് ഓഫ് ദി ഈവിൾ വൺ, ദ ഫയറി ഡാർട്സ്. 120-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമാണത്. എന്താണ് ഈ അവർക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, വീരൻ്റെ കയ്യിലെ മൂർച്ചയുള്ള അസ്ത്രങ്ങളും പൂവത്തിൻ കനലുമാണ് എന്ന് ഒരു സങ്കീർത്തന വാക്യമുണ്ടല്ലോ. വീരൻ്റെ കയ്യിലെ മൂർച്ചയുള്ള അസ്ത്രം. വീരൻ എന്ന് പറഞ്ഞാൽ ആ വീരൻ ഈ ദുഷ്ടനെന്ന ലയറ അല്ലേ, അവൻ്റെ കയ്യിലെ മൂർച്ചയുള്ള അസ്ത്രങ്ങളാണ്. ആ അസ്ത്രങ്ങൾ കെടുക്കാതിരിക്കത്തക്കവണ്ണം, അത് നമ്മളെ നശിപ്പിക്കാതിരിക്കത്തക്കവണ്ണം നമുക്ക് വിശ്വാസത്തിൻ്റെ പരിചയമാണ്. ദൈവത്തിന് സ്തോത്രം. വിശ്വാസയാത്രയിൽ ദൈവത്തോടുകൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ദഹിപ്പിച്ച് കളയുന്ന സകല തീയമ്പുകളും ഈ വിശ്വാസമെന്ന പരിചയമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പറയാനുണ്ട്. ഇതൊരു കൺവെൻഷൻ യോഗത്തിൻ്റെ ഒരു സാധാരണ യോഗം അല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ഓരോ ജീവിതങ്ങൾ, എനിക്ക് പരിചയമുള്ള ഒത്തിരി ജീവിതങ്ങൾ ഇതിനകത്തുണ്ട്. അവരെക്കുറിച്ച് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ പറയാം. ജീവിതത്തിൽ തകർച്ച എന്ന് വിചാരിച്ച സന്ദർഭങ്ങൾ, വീണുപോയി എന്ന് വിചാരിച്ച സമയങ്ങൾ, ഇനി എഴുന്നേൽക്കുകയില്ല എന്ന് വിചാരിച്ച സന്ദർഭങ്ങൾ, വിശ്വാസത്തിൻ്റെ ബലത്തോടുകൂടെ മാത്രം ഇതിനെ അഭിമുഖീകരിച്ച് അതിജീവിച്ച ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടെന്നാൽ, കർത്താവേ, വിശ്വാസത്തിൻ്റെ പരിചയം എനിക്ക് നീ തന്ന, നീ എന്നെ പരിപാലിച്ച കരുണകൾക്കായി നന്ദിയോടെ സ്തോത്രം എന്ന് പറയാം. എന്നിട്ട് പറയുകയാണ്, രക്ഷ എന്ന ശിരസ്ത്രം. ഹെൽമെറ്റാണ്, ഹെൽമെറ്റ്. രക്ഷ, സാൽവേഷൻ എന്ന ആ സാൽവേഷൻ, രക്ഷ എന്ന ശിരസ്ത്രം. നമുക്കറിയാവുന്ന പോലെ ഹെൽമെറ്റ് വെക്കുന്നത് തലയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും. തല എല്ലാത്തിൻ്റെയും ഒരു കേന്ദ്രമായതുകൊണ്ട് തല സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണ് എന്ന് നമുക്കറിയാം. രക്ഷ എന്ന ശിരസ്ത്രം. പ്രിയപ്പെട്ടവരെ, ആ രക്ഷ എന്ന ശിരസ്ത്രം ഉണ്ടല്ലോ, അത് നമ്മുടെ തലയെ സംരക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം.
രക്ഷയിൽ നിന്നും നമ്മളെ അകറ്റിക്കൊണ്ടു പോകുന്ന എല്ലാ നിഷേധ വികാരങ്ങളെയും രക്ഷയുടെ ശിരസ്ത്രം ഉപയോഗിച്ച് തടഞ്ഞു നിർത്തുവാൻ നമുക്ക് സാധിക്കുന്ന ഒരു യാത്ര. സംശയങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ രക്ഷ ഞാൻ അനുഭവിച്ചതാണ്. ആ രക്ഷയുടെ അനുഭവത്തിൽ ഞാനിതിനെയൊക്കെ കാണുകയാണ്. തലയ്ക്ക് പരിക്കേൽക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഒരുപാട് പേരുടെ തലയ്ക്ക് പരിക്കേറ്റിരിക്കുകയാണ്. തലയ്ക്ക് പരിക്കേറ്റെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബൈക്കിൽ നിന്ന് വീണെന്നല്ല, ബൈക്കിൽ നിന്ന് വീഴാതെ തന്നെ പരിക്കേറ്റ ഒത്തിരി പേരുണ്ട്. അതാണ് പ്രശ്നം. അത് ഒരുപക്ഷെ കൂട്ടുകാരെല്ലാം കൂടെ കളിയാക്കിയപ്പോഴായിരിക്കും. പിയർ പ്രഷറാണ്. നമ്മുടെ കൂടെ സമപ്രായക്കാരായ ആളുകൾ നമ്മെ കളിയാക്കുന്ന, പരിഹസിക്കുന്ന ചില സന്ദർഭങ്ങളായിരിക്കും. ചില സന്ദർഭത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരമായ രോഗപീഠകളായിരിക്കും. വേറെ ചില സന്ദർഭത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കും. ഇതൊക്കെ നമ്മുടെ ചിന്തകളെ നിഷേധാത്മകമാക്കി തീർക്കാവുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ ഞാൻ ആരാണ് എന്നും ഞാൻ എന്താണ് എന്നും ഞാൻ ദൈവത്തിനുള്ളതാണ് എന്നുള്ള തിരിച്ചറിവാണ്. അങ്ങനെ തലയെ സംരക്ഷിച്ചവരായിരുന്നു ദാനിയേലും ശദ്രക്കും മേശക്കും അബേദ്നെഗോവും. ദൈവത്തിന് സ്തോത്രം, അല്ലേ? ദാനിയേലും ശദ്രക്കും മേശക്കും അബേദ്നെഗോവും അങ്ങനെയുള്ളവരായിരുന്നു. അവർ വ്യത്യസ്തമായൊരു സാഹചര്യത്തിലായിരുന്നപ്പോൾ അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം അവർ രക്ഷ എന്ന ശിരസ്ത്രം ഉള്ളവരായിരുന്നു എന്നാണ് എൻ്റെ വിചാരം. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ വായിക്കുന്നു, ദൈവവചനമെന്ന വാളാണ്. ദൈവവചനം എന്ന ദ സോഡ് ഓഫ് ദ സ്പിരിറ്റ്. ദൈവവചനമെന്ന വാളാണ്, ആത്മാവിൻ്റെ വാളാണ് ദൈവവചനം. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ദ സോഡ് ഓഫ് ദ സ്പിരിറ്റാണ് ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലല്ലാതെ നമുക്ക് ഈ വചനത്തെ കാലാനുസൃതമാക്കി തീർക്കുവാൻ കഴിയുകയില്ല. ഞാൻ എൻ്റെ ബൈബിൾ ക്ലാസ്സിൻ്റെ ആരംഭ ദിവസം അന്നിവിടെ പറഞ്ഞു, കാലഹരണപ്പെടുന്ന തിരുവെഴുത്തുകളാണ് ഈ സ്ക്രിപ്ചറൽ റിലിജിയൻസിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം ഒന്ന്. കാലഹരണപ്പെടുന്ന തിരുവെഴുത്തുകളാണ്, ഔട്ട്ഡേറ്റഡായി പോകുന്ന, ഒബ്സലേറ്റായി പോകുന്ന തിരുവെഴുത്തുകൾ എന്നുള്ളതാണ്. എന്നാൽ കാലഹരണപ്പെടാത്ത തിരുവെഴുത്ത് നമുക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതിന് വല്ലാതെ തെറ്റിദ്ധരിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കേവല ചില വൈകാരിക പ്രകടനങ്ങളാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥ വചനത്തിൻ്റെ ശക്തി നഷ്ടപ്പെടുത്തി കളയും. ദൈവത്തിന് സ്തോത്രം. ഈ മാരാമൺ കൺവെൻഷൻ്റെ വലിയ യുണീക്ക്നെസ് എന്താണ്? ഞാൻ വിശ്വസിക്കുന്നു മാരാമൺ കൺവെൻഷൻ്റെ വലിയ യുണീക്ക്നെസ് ഇവിടെ ഉപരിപ്ലവമായ ഒരു ആധ്യാത്മികതയുടെ ആവിഷ്കാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വചനപഠനത്തിൻ്റെ ആഴമാണ്. വചനപഠനത്തിലൂടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ശക്തീകരണമാണ് ഇവിടെ ഉള്ളത്. വചനത്തിൻ്റെ ദുരുപയോഗ സാധ്യത വളരെ വലുതാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന രക്ഷയുടെ അനുഭവത്തിൽ വളർന്നു വരുവാൻ, വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുവാൻ. ഹല്ലേലൂയ. രാവിലെ ഇത്രയും പേരിവിടെ വന്നത് വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് നമുക്ക് ആത്മീകാരോഗ്യം പ്രാപിക്കുവാനുള്ള വലിയ ചലഞ്ചാണ് നമ്മുടെ മുമ്പാകെ ഉള്ളത്. ഇനി ഞാൻ പറയുന്നൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നിഗ്ലക്റ്റ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിൻ്റെ തിരസ്കാരം, ദൈവവചനത്തിൻ്റെ നിരാകരണം. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചതാണ്. നിഗ്ലക്റ്റ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ഈവൻ ഫോർ എ ബ്രീഫസ്റ്റ് ടൈം. നിഗ്ലക്റ്റ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ഈവൻ ഫോർ എ ബ്രീഫസ്റ്റ് ടൈം. ഒരു ചെറിയ സമയത്തേക്കെങ്കിലും ദൈവവചനത്തെ നിഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞാൽ ദാറ്റ് ക്യാൻ ഹാം ദ വെൽഫെയർ ഓഫ് ദ ചർച്ച്. സഭയുടെ വെൽഫെയറിനെ അത് തകർത്ത് കളയാം എന്നാണ്. ഞാൻ ഈ അനുദിനം എന്നെ പറയാൻ വേണ്ടി എഹെസ്കേൽ പ്രവചനം കഴിഞ്ഞിടെ വായിച്ചും പഠിച്ചുമൊക്കെ ഇരുന്ന സമയത്ത് എനിക്കവിടെ കിട്ടിയ ഒരു ചിന്ത ഇതാണ്. എഹെസ്കേലിനോട് ദൈവം പറയുകയാണ്, നീ നിൻ്റെ ജനത്തോട് പറയുമ്പോൾ അവരിങ്ങനെ നിൻ്റെ വചനം കേൾക്കാനൊക്കെ ചിലപ്പോൾ നിൻ്റെ ചുറ്റും ഇരുന്നെന്ന് വരും, പക്ഷെ അവർ കേൾക്കത്തില്ല. അവർ കേൾക്കുന്നു നിന്ന് അടിക്കും, പക്ഷെ കേൾക്കത്തില്ല. ഇത് നിൻ്റെ ശബ്ദം ഈ വീണ മീട്ടുന്നവരുടെ ശബ്ദം പോലെ അവർക്ക് ഇഷ്ടമായിരിക്കും.
എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. വീണ മീട്ടുന്നവരുടെ ഇഷ്ടം പോലെ ക്രിസോസ്റ്റം തിരുമേനി പ്രസംഗിക്കുകയാണെങ്കിൽ എന്തൊരാളാണ്. വീണ മീട്ടുന്നവരുടെ വൈണികന്മാരുടെ അങ്ങനെ വായും പൊളിച്ച് അവരതിരിക്കുന്ന ചിരിക്കാനായിട്ടിങ്ങനെ എന്തോലൊന്ന് വീണ് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് അല്ലേ. തിരുമേനി പറയുന്ന സാരവത്തായ കാര്യങ്ങളെ വിസ്മരിച്ച് അതിൻ്റെ പുറം മാത്രം കണ്ടിട്ട് പോയ എത്രയോ പേരുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് വൈണികന്മാരുടെ പാട്ടുപോലെ ഇഷ്ടപ്പെടുമെന്ന്, പക്ഷേ കേൾക്കത്തില്ല എന്ന് പറയുകയാണ്. മാർത്തോമാ സഭയ്ക്ക് അടുത്ത കാലത്ത് ഇപ്പോൾ സംഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളിലൊന്ന്, പ്രിയപ്പെട്ടവരെ, വചനത്തോടുള്ള നമ്മുടെ ഒരു അവഗണനയാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. വചനത്തോടുള്ള ഒരു അവഗണന. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. ഇവിടെ ഇരിക്കുന്ന നമ്മൾ തന്നെ ഒന്ന് ചോദിച്ചു. ബൈബിൾ സൊസൈറ്റിയുടെ ഭിത്തിയിൽ എഴുതി വെച്ചേക്കുന്ന ഒരു വാചകമുണ്ടല്ലോ, ഡിഡ് യു റീഡ് യുവർ ബൈബിൾ ടുഡേ? നിൻ്റെ വേദപുസ്തകം നീ ഇന്ന് വായിച്ചായിരുന്നോ എന്ന്. ഇന്ന് രാവിലെ ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഇവിടെ വായിക്കാമെന്ന് വിചാരിച്ചെങ്കിൽ പോന്നിട്ടുണ്ടാവും. എന്നാലും രാവിലെ നമുക്ക് വചനം വായിക്കുന്ന ഒരു പതിവ്, വചനത്തെ സ്വാംശീകരിക്കുന്ന ഒരനുഭവം, ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുന്ന ഒരനുഭവമൊക്കെ ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാമെന്നറിയാമോ? ഇല്ലെങ്കിൽ കുറേയേറെ കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതിനകത്തൂടെ ഇക്കോബോധുകൾ ഉണ്ടാകും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഇക്കോബോധിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. എന്താണ് ഇക്കോബോധ്? ഇക്കോബോധ് എന്ന് പറഞ്ഞാൽ ഒരു ദുർഘടസന്ധിയുടെ സന്തതിയാണ് അല്ലേ? ഒരു ദുർഘടസന്ധിയുടെ സന്തതിയാണ് പ്രിയപ്പെട്ടവരെ. അതാണ് നമ്മൾ വായിക്കുന്നത്. 1 ശമൂവേൽ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അതാ അല്ലേ? ഓർക്കുന്നോ? ഏലി പുരോഹിതൻ്റെ മക്കൾ, ആ പുരോഹിതന്മാർ ദൈവത്തെ ഓർത്തില്ല. അവർ ബലാത്കാരത്തിൻ്റെ ഭാഷ സംസാരിച്ചു. അവർ അശുദ്ധിയുടെ വഴികളിൽ നടന്നു. അവർ ദൈവത്തിൻ്റെ പെട്ടകത്തെ ചുമന്നത് വിശുദ്ധിയോടുകൂടെയല്ല. ആ ജനവും അങ്ങനെയായി. അതുകൊണ്ട് അവർക്ക് ആരവമുണ്ടായിരുന്നു, ആർപ്പിടിയിലുണ്ടായിരുന്നു, ആർജവം ഉണ്ടായില്ല. അതുകൊണ്ട് പെട്ടകം പിടിക്കപ്പെട്ടു. പെട്ടകം ഫെലിസ്ത്യ ദേശത്ത് പോയി. പ്രിയപ്പെട്ടവരെ, അതുമാത്രമല്ല, ഏലി പുരോഹിതൻ കഴുത്തൊടിഞ്ഞു മരിച്ചു. ദുർമരണമാണ്. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഫീനഹാസും ഹൊഫ്നിയും പട്ടു. ആ ദിശയിലാണ് ഫീനഹാസിൻ്റെ ഭാര്യ പ്രസവിക്കുന്നത്, ഒരു മകൻ. ആ മകന് പേരിട്ട് വിളിച്ചു ഇക്കോബോധ്. മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ രാവിലെ വളരെ ആഗ്രഹത്തോടുകൂടെ ഇത്രയും പേര് വന്നിരുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഈ ദിവസങ്ങളിൽ എന്നോടൊപ്പം വചനധ്യാനത്തിൽ പങ്കാളികളായ നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വി ക്യാൻ മേക്ക് എ ഡിഫറൻസ്. നമുക്കൊരു വ്യത്യാസം ഉണ്ടാക്കാം. വി ക്യാൻ ബി ഇൻ ദ വാൻഗാർഡ്. നമുക്ക് ഈ മാറ്റത്തിൻ്റെ വാൻഗാർഡിലായിരിക്കാൻ ദൈവം കൃപ ചെയ്യും. ആൻഡ് വി ക്യാൻ ബി ദ ക്രിയേറ്റീവ് മൈനോറിറ്റി. ഈ സൃഷ്ടാത്മക ന്യൂനപക്ഷമായി, സർഗാത്മക ന്യൂനപക്ഷമായി, ദൈവത്തെ അറിയുന്നവരുടെ സമൂഹമായി, വചനത്തിൻ്റെ പ്രഭയിൽ അഭിരമിക്കുന്നവരായി, ഈ ആത്മീയ ആയുധങ്ങളെ ധരിച്ചിരിക്കുന്നവരായി നമ്മുടെ യാത്രകൾ തുടരുവാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിച്ച ദൈവത്തിൻ്റെ കരുണയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ വീട്ടിലുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ എന്തുമാത്രം ഈ ദിവസങ്ങളിൽ ഇതിനു വേണ്ടി, പീലാത്തോസിൻ്റെ ഭാര്യ പറഞ്ഞ പോലെ പീഡകൾ സഹിച്ചു എന്നുള്ളതല്ല, എന്നാൽ എന്തും വേണ്ടി ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന്. അത് തീർച്ചയായും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഇവിടെ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 4 ദിവസങ്ങളിലൂടെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ എല്ലാ മേഖലകളും ഒന്നും പരാമർശിക്കാൻ പറ്റിയിട്ടില്ല, അത് പറ്റുന്ന കാര്യമല്ലല്ലോ. എന്നാൽ ഈ വചനത്തിനകത്തുനിന്ന് സത്യസന്ധമായി ദൈവം എന്നോട് സംസാരിച്ച കാര്യങ്ങൾ ഞാൻ പങ്കുവെക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. അത് ദൈവം നമ്മോട് ഇടപെട്ടു എന്നാണ് എൻ്റെ വിചാരം. ഉപാധികൾ കൂടാതെ ദൈവത്തിൻ്റെ സന്നിധി നമ്മെ തന്നെ വിനയപ്പെടുത്താൻ നമുക്കൊന്ന് മനഃപൂർവ്വമായി പ്രാർത്ഥിക്കാം. ഒരു പ്രാർത്ഥനയാണ്. KP ഫിലിപ്പച്ചൻ ഇവിടെ ചപ്പളാക്കട്ട വെച്ച് ഇവിടെ നിന്ന് പാടിയിട്ടുള്ള മഹാനായ മനുഷ്യൻ. ഹല്ലേലൂയ. ഇവിടെ ഈ സ്റ്റേജിൽ നിന്ന് ചപ്പളാക്കട്ട അടിച്ച് പാടുകയായിരുന്നല്ലേ എൻ്റെ ചെറുപ്പത്തിലൊക്കെ. പ്രിയപ്പെട്ട അച്ഛൻ്റെ പാട്ട് ഞങ്ങളിങ്ങനെ കേൾക്കും. അച്ഛൻ്റെ മനോഹരമായ ഒരു പാട്ട് ക്രിസ്തീയ കീർത്തനങ്ങൾക്കകത്തുണ്ട്. ദൈവമേ സ്നേഹ രൂപനെ എന്നെ നീ തള്ളിയിടരുതേ എന്നൊരു പാട്ടാണ്. ആ പാട്ടിനകത്ത് ഒരു സ്റ്റാൻസ മാത്രം ഞാനിപ്പോൾ പാടുക. അത് നമ്മുടെ ഒരു സമർപ്പണമായി.
നമുക്ക് ദൈവസന്നിധിയിലൊന്ന് പാടാൻ കഴിയട്ടെ. ഒരുപാട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് വ്യക്തിപരമായി ചോദിക്കാം. അതിനുള്ള സമയമുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ ക്ലാരിഫിക്കേഷൻസ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന പലരെ പോലെയും ഞാൻ ആത്മീയമായി അഭിവൃദ്ധിപ്പെട്ടവനല്ല എന്നുള്ളത് എനിക്കറിയാം. ഐ എം നോട്ട്, അല്ല. നിങ്ങളെക്കാളൊക്കെ വളരെ മുമ്പിലുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്, യാതൊരു സംശയമില്ല. നമ്മളിങ്ങനെ ഒരു എക്സ്ചേഞ്ചാണ് കേട്ടോ, ഒരു എക്സ്ചേഞ്ചാണ്. ആ എക്സ്ചേഞ്ചിലൂടെയാണ് നമ്മൾ വളരുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ട്, ചോദിക്കാൻ പറയാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ഇപ്പോൾ ദൈവം നമ്മോട് സംസാരിച്ച ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് പാടാം, പ്രാർത്ഥിക്കാം. ഇപ്പോഴിതാ നിൻ പാദത്തിൽ കുമ്പിടുന്നീ ഏഴ ഞാൻ ഉൾപ്പൂവിനെ ശുദ്ധി ചെയ്ത് ജീവിപ്പിക്കുക ദോഷിയെ. ആമേൻ. 4 വരികൾ അറിയാമോ? അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴിതാ നിൻ പാദത്തിൽ കുമ്പിടുന്നീ ഏഴ ഞാൻ ഉൾപ്പൂവിനെ ശുദ്ധി ചെയ്ത് ജീവിപ്പിക്കുക ദോഷിയെ. പാടാം നമുക്ക്, എല്ലാവരും കൂടെ പാടണേ. പന്തൽ സാജനച്ചൻ ഇവിടെ ഇരിപ്പുണ്ട്. അച്ഛൻ്റെ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മഹാഗായക സംഘമായി. ഈ ഇതിനകത്തിരിക്കുന്ന എല്ലാവരും കൂടെ ചേർന്നുള്ളൊരു മഹാഗായക സംഘമായി നമുക്കൊരുമിച്ച് പാടാം. പ്രൈസ് ദി ലോർഡ്.